അസ്സലാമു അലൈക്കും. ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂസ്, ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നോമ്പായതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും അതേപോലെ കുട്ടികൾക്കും വളരെയധികം ഹെൽപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും ക്യാഷ് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ടോയ്സ് വാങ്ങാറുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കാതെ വീട്ടിലുള്ള ഐറ്റം വെച്ച് തന്നെ നമുക്ക് ടോയ്സുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെ, ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു മോളും ഒരു മോനാണുള്ളത്. അപ്പൊ മോൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ടോയ്സ് വേണം. അപ്പൊ നമ്മൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല ഒരു ക്യാഷ് തന്നെ ടോയ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്യാഷ് വേണം. കാരണം നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരു 2-3 ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ മക്കളുടെ ആവശ്യങ്ങൾ കൂടുകയായിരിക്കും. നമ്മൾ ആദ്യം 3 വാങ്ങുവാണെങ്കിൽ അടുത്ത പോക്കിന് ഒരു 6 വാങ്ങേണ്ടി വരും. അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കുറച്ച് ഐഡിയകൾ പഴറ്റി നോക്കിയാലോ. അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് ടോയ്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ടോയ്സ് പോലെയുള്ള ടോയ്സ് ആണ്. ഇതെല്ലാവർക്കും ചെയ്യാം. പക്ഷെ നമ്മളിത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും വീണ്ടും നമ്മളോട് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയിൽ സ്റ്റിച്ചിങ് മെഷീൻ ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ സൂചി വെച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും. അത് നല്ല ശരിക്കും ക്യൂട്ടാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് എടുക്കാൻ തോന്നും. ആ രീതിയിലൊക്കെയുള്ള ടോയ്സ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോക്സ് ആണ് കേട്ടോ. ഇത് പഴയ സോക്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ പുതിയ സോക്സ് ഉണ്ടെങ്കിൽ പുതിയ എടുക്കുക. ഇനി ഈ സോക്സിനെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യണം. അതിനുശേഷം ഈ ഒരു രീതിയിൽ അങ്ങ് മടക്കണം. ഇതിൻ്റെ മിഡിൽ ഭാഗം പിടിച്ചിട്ടങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി വീണ്ടും ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗം ചെറിയൊരു കട്ടിങ്ങും കൂടി കൊടുക്കണം. കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിന് സൂചി കൊണ്ട് ഈ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ അങ്ങ് തുന്നിക്കൊടുക്കാം. സ്റ്റിച്ചിങ് മെഷീൻ ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കൈകൊണ്ട് തുന്നുന്നതായിരിക്കും ഈസി. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. വളരെ ഈസിയാണ്. ഓൾറെഡി തുന്നിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് പഞ്ഞി നിറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിവിടെ വൈറ്റ് കോട്ടൺ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തു കേട്ടോ. ഇനി ഇതിന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് തുന്നിക്കൊടുക്കണം. എന്നിട്ടത് ക്ലോസ് ചെയ്യണം. ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ ഡോളിൻ്റെ ബോഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തല ഉണ്ടാക്കണം. അതിനാണെങ്കിൽ ഞാൻ വൈറ്റ് ക്ലോത്ത് സ്ക്വയറിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്തു കേട്ടോ. ഇതിനകത്തും പഞ്ഞി തന്നെയാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ വൈറ്റ് കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം സോക്സ് തന്നെ യൂസ് ചെയ്യാം. വൈറ്റ് കളർ സോക്സ് കിട്ടും. അപ്പം ഞാൻ കുറച്ച് വലിയ തല വേണം. അപ്പോൾ അതുകൊണ്ട്
വൈറ്റ് കോട്ടൺ ക്ലോത്ത് എടുത്തു കേട്ടോ. ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. തല ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ 2 കണ്ണ് വേണം. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് ആവശ്യമില്ലാത്ത 2 ബട്ടൺ വെച്ച് കൊടുത്തു കേട്ടോ. പഴയ ഡ്രസ്സിനകത്തൊക്കെ കിട്ടുന്ന ബട്ടൺ വെച്ചാൽ മതി. ഇനി വായ ഉണ്ടാക്കണം. അത് ചെറിയ ഇതിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ ബോഡിയിൽ ചെറുതായിട്ടങ്ങ് കൈകൊണ്ട് തുന്നിയിട്ട് കൈ ഉണ്ടാക്കണം. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അടുത്തതായിട്ട് ഈ ഡോളിന് ക്യാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഈ സോക്സിൻ്റെ ബാലൻസ് വരുന്ന ക്ലോത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ സൂചി വെച്ചിട്ട് ഇങ്ങനെ തുന്നിക്കൊടുത്താൽ മതി. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതുകൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഡോൾ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടി കാണിക്കാം. ഓക്കെ, ഇതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന് മുടി വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ റോബ്സോ അല്ലെങ്കിൽ നൂല് വെച്ചോ നമുക്ക് മുടി ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഈ മറ്റേ ക്രോച്ചറ്റിൻ്റെ നൂല് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് ഈസിയിൽ നല്ല മുടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം ക്യൂട്ടായിട്ടുള്ള ഐറ്റമാണ് ഞാനിവിടെ കാണിച്ചത്. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിവിടെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആള് ഓരോ ദിവസവും ഓരോന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആള് നിർത്തി. കാരണം ഞാൻ ഉണ്ടാക്കി ആളെ മടുപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ ആള് ടോയ്സിന് പോലും ചോദിക്കാറില്ല. പക്ഷെ ഞാനിതിവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ചില ആൾക്കാർക്ക് ടോയ്സ് വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നമുക്കൊക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷെ ഹെൽപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെയുള്ള വീഡിയോസ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതിനു മുമ്പായിട്ട് ബൈ പറയുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.